അതേടി, അവകാശം സ്ഥാപിക്കാൻ തന്നെയാടി. ഏതായാലും നിന്നെക്കാളും മുമ്പേ ഈ വീട്ടിൽ കയറി വന്നവളാ ഞാൻ. എനിക്ക് തന്നെ അവകാശം. എന്റെ അവകാശം സ്ഥാപിക്കാനേ എനിക്ക് ആരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. പറയണ്ടെന്ന് വിചാരിക്കുമ്പോ തോളിക്കറി അങ്ങ് തുള്ളുന്നോ? നിന്നെ ഈ വീട്ടിൽ കെട്ടിയെടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരിക്കൽ പോലും ഇങ്ങനെ ചിന്തിച്ചില്ല. അതെന്റെ തെറ്റായി പോയി, എന്റെ മാത്രം തെറ്റ്. നിങ്ങളുടെ അനിയനെ കൊണ്ട് എന്നെ കെട്ടിച്ചത് എന്തിനാണെന്നൊക്കെ ഇപ്പൊ എനിക്ക് നല്ലോണം മനസ്സിലായി. അല്ല, നിനക്കേ എന്ത് മനസ്സിലായിന്നാ? നിന്റെ തറവാട്ടിലെ കണക്കില്ലാത്ത സ്വത്തുക്കളൊക്കെ ഞങ്ങൾ തട്ടിയെടുക്കുന്നു വിചാരിച്ചോ? അന്നൊന്നും ഇത്ര നീളത്തിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു ഗതിയും ഇല്ലായിരുന്നല്ലോ. ഇപ്പോഴല്ലേ നിന്റെ നാക്കിനും വാക്കിനും ഒക്കെ നീളം വെച്ചത്. എന്നെ പോലൊരു പഞ്ചപാവം പെണ്ണിനെ നിങ്ങളുടെ അനിയനെ കൊണ്ട് കെട്ടിച്ച പിന്നെ ഈ കണ്ട സ്വത്ത് മുഴുവൻ നിങ്ങൾക്കങ്ങ് എടുക്കാലോ. ഞാൻ എതിർത്തൊന്നും പറയൂല്ല. ദാനകല്യാണം നടത്തിയ എനിക്ക് എന്താ അഭിപ്രായം? ഇതൊക്കെ ആയിരുന്നില്ലേ നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ്? നിന്നോട് ഞാൻ എന്ത് സംസാരിക്കാനടി? താഴാം, പക്ഷെ ഒരു പരിധി വരെ. തറയാവരുത്. സമ്മതിച്ചു, തറ തന്നെയാ. കാര്യം പറയുന്നവർ എപ്പോഴും അങ്ങനാണല്ലോ. അതെ, കുറെ കാലമായിട്ട് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഇത്രയും ചികിത്സയും വഴിപാടും മന്ത്രവാദവും ഒക്കെ നടത്തിയിട്ടേ നിങ്ങൾക്ക് എന്താ ഒരു കൊച്ചുണ്ടാവാത്തത്? നിങ്ങൾ ആർക്കാ കുഴപ്പം? എനിക്ക് തോന്നുന്നേ നിങ്ങൾക്കാ കുഴപ്പമെന്നാ. സുദീപേട്ടനൊരു കുഞ്ഞുണ്ടായല്ലോ, അപ്പൊ രവിയേട്ടന് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോഴേ നിങ്ങൾക്ക് തന്നെയാ കുഴപ്പം. കുഞ്ഞില്ലാത്തവരെ കുഞ്ഞിനെ ദത്തെടുക്കാൻ പോയിട്ട് കിട്ടിയില്ല. ദൈവം ഒരെണ്ണത്തിനെ വീട്ടിനകത്തു കൊണ്ട തന്നപ്പം അതിനെ തുരത്തി ഓടിച്ചു. ഇനിയൊരെണ്ണം വളരുന്നുണ്ട് ഒരുത്തിയുടെ വയറ്റിൽ. അതിനി എങ്ങനെയാവുമോ എന്തോ. അങ്ങ് ശപിച്ച് കള. ഈ കുടുംബത്തിലെ ആകെയുള്ള അവകാശിയാ ഇതിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതല്ലേ പാരമ്പര്യം? എല്ലാത്തിനും വട്ടാന്നാ തോന്നുന്നത്. ഇങ്ങനെ വേണം മറുപടി പറയാൻ. പെമ്പിള്ളാരായാൽ ഉരുളക്കുപ്പേരി പോലെ. എന്റെ മരുമോള് മിടുമിടുക്കിയ. മോളോടൊന്ന് സംസാരിക്കണമെന്ന് കുറെ കാലമായിട്ട് വിചാരിക്കും. എനിക്കൊന്നും കേൾക്കാനില്ല. എന്തോന്ന് എത്ര പറയാനുള്ളേ? എനിക്ക് മോളോട് ചില അഭിപ്രായങ്ങൾ ചോദിച്ചറിയാൻ. മോള് ബാ, പിള്ളച്ചാച്ചനല്ലേ വിളിക്കുന്നത്. മോള് ബാ. ആ മോളെ, വീട്ടിൽ പെമ്പിള്ളാര് വന്നു കേറിയ ഇങ്ങനെ വേണം. പിള്ളച്ചാച്ചന് ഇപ്പൊ എന്താ വേണ്ട? എനിക്കൊന്നും വേണ്ട. മോള് വാ. മോക്ക് ജോലിയൊക്കെ കിട്ടാറായോ? ഉടനെ കിട്ടും. മോള് വാ. അച്ഛൻ അവളെ എന്ത് പറയാനായി വിളിച്ചോണ്ട് പോയേ? ഇനി എന്തേലുമൊക്കെ പറഞ്ഞങ്ങ് വഴക്കാവും. അവക്ക് രണ്ട് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. അതിനുള്ള യോഗ്യതയൊക്കെ അവൾക്കുണ്ടല്ലോ. അതല്ല സബി, അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒന്നുകൂടെ അങ്ങ് വെറുപ്പിക്കും. എന്നിട്ട് വേണം ഇനി ജലജേച്ചി അറിയാൻ, അവരും കൂടെ തുള്ളിക്കൊണ്ടുവരാൻ. എന്താന്ന് നമുക്ക് നോക്കാം. എന്താ പറയുന്നറിയാലോ. നിന്റെ തന്ത ചിത്രഭാനു, പാവം KSRTC ഡ്രൈവർ. അവനൊരു പഞ്ചപാവമാ. അവനിപ്പോഴും 8:30 വണ്ടി തന്നെയാണോ ഓടിക്കുന്നത്? എന്റെ അച്ഛൻ 8:30 9:30 വണ്ടിയൊന്നും അല്ല ഇപ്പൊ ഓടിക്കുന്നത്. എന്തിനാ വിളിച്ചെന്ന് പറ. മോൾ അപ്പുറത്ത് നിന്ന് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. കൊള്ളാം, നല്ല ഭാഷ, അക്ഷരശുദ്ധി, മിടുക്കിയ എന്റെ മരുമോള്. മോടെ വയറ്റി വളരുന്നത് ആരുടെ കൊച്ചാ? എന്റെ രണ്ടാമത്തെ മകൻ പുടിമോന്റേതല്ലേ? അവന്റെ കൊച്ചല്ലയോ നിന്റെ വയറ്റി വളരുന്നത്? ഓ, ഇതിപ്പോഴാണ് അറിയുന്നത്. അവൻ ആണാണെന്നും അച്ഛനാകാൻ കഴിവുള്ളവനാണെന്നും തെളിയിച്ചവനാ. എന്നേക്കാളും വലിയ അച്ഛനാ
മിടുക്കനാ, മിടുമിടുക്കൻ. ആയിക്കോട്ടെ, ഇവിടെ ആ മിടുക്കൊന്നും ഞാൻ കാണുന്നില്ല. നീ അവനെ നിന്റെ ചൊൽപ്പടിക്ക് നിർത്താനല്ലയോ ശ്രമിക്കുന്നത്? വെറുതെയാ. അവൻ വരത്തില്ല, നിക്കത്തില്ലവൻ. അവനെ പെൺശാപമുണ്ട്, പെൺശാപം. നിന്നെയും നിന്റെ കുഞ്ഞിനെയും അത് ബാധിക്കും. നോക്കിക്കോ, ആപത്താണത്, ആപത്ത്. പെൺശാപമുണ്ട് അവന്, പെൺശാപം. എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? സ്വന്തം മോനെ കുറിച്ചാണോ ഈ പറയുന്നത്? ഭ്രാന്ത് മൂത്ത ഇങ്ങനുണ്ടോ? വട്ടുമുത്തവല്ല ആശുപത്രിയിലും പോയി കിടക്കണം, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എന്നെ മുറി കയറ്റി പറഞ്ഞെന്താണെന്നറിയാമോ? എന്റെ ഭർത്താവിന് പെൺശാപമാണെന്ന്. പെൺശാപം, നാട്ടിലെ പെണ്ണുങ്ങളുടെ മുഴുവൻ ശാപം. പറയുന്നതാരാ? സ്വന്തം തന്തേ പുന്നാര മോനെ കുറിച്ച്. എന്തൊരു മനുഷ്യരാണോ! ഭയങ്കര കുടുംബ മഹിമയാ. എന്നെയും എന്റെ കൊച്ചിനെ ശപിച്ച് അങ്ങ് കൊന്നില്ലാണ്ടാക്കുമായിരിക്കും. ദേ, ഇങ്ങനാണെങ്കിൽ ഞാനിവിടെ നിൽക്കത്തില്ല. സുദീപേട്ടൻ എന്തായാലും ജപ്പാനിൽ പോകാൻ തീരുമാനിച്ചു. ഞാനും പോകും കൂടെ 6 മാസം കഴിഞ്ഞ്. ഈ ഭ്രാന്തൻ കുടുംബത്തിൽ എന്ത് വിശ്വസിച്ച മനുഷ്യൻ കഴിയുന്നേ? പാരമ്പര്യമായിട്ട് എല്ലാത്തിനും ഭ്രാന്താണെന്നാ തോന്നുന്നേ. നീ എന്തൊക്കെയാ പറയുന്നേ? പിന്നെ എന്താ പറയണ്ടേ? എന്ത് വിശ്വസിച്ച് ഇവിടെ കഴിയണ്ടേ? ഭ്രാന്ത് മൂത്ത് വല്ല ദേഹോപദ്രവം ഏൽപ്പിച്ചാലോ? രാവിലെ ഇറങ്ങുമല്ലോ വില്ലേജ് ഓഫീസിലേക്കാണെന്നും പറഞ്ഞ്. ഒന്നില്ലെങ്കിൽ ഭ്രാന്താശുപത്രിയിലാക്കണം, അല്ലെങ്കിൽ ചങ്ങലിക്കിടണം. കുറച്ചു കാലം കൂടെ എനിക്കിവിടെ കഴിയാനുള്ളതാ. എന്റെ ദൈവമേ, മുഖത്തേക്ക് എങ്ങനെ വല്ല തിളച്ച വെള്ളം കോരി ഒഴിച്ചാലോ? അല്ല, ഭ്രാന്ത് മൂത്ത് അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. ആ രവി, 8:30 സൂപ്പർ ഫാസ്റ്റ് എത്ര മണിക്കാടാ വരുന്നേ? എത്ര മണിക്കാടാ? എന്റെ അച്ഛനൊന്ന് പോയി കിടക്കാൻ നോക്കി. അതും ഇതും പറയാതെ ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കി. എനിക്ക് വില്ലേജ് ആഫീസിൽ പോകേണ്ടതല്ലേ? 8:30 ബസ്സിന് എനിക്ക് പോകേണ്ടതല്ലേ? ഓ, ഇവളെന്താ ഇങ്ങനെ ആയിപ്പോയേ? ഇത് ആര് പറഞ്ഞു പഠിപ്പിക്കുന്നതാ? ആര് പറഞ്ഞു പഠിപ്പിക്കാൻ? അവളുടെ അമ്മ തന്നെ. മര്യാദക്കല്ലല്ലോ അവർ 2 മക്കളെയും വളർത്തിയെടുത്തത്. അച്ഛന്റെ മനസ്സെന്താന്നോ, മാനസികാവസ്ഥ എന്താന്നോ, അതെന്താ അവള് ചിന്തിക്കാത്തെ? സമനില തെറ്റിയാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച്? വയ്യ രവി, എനിക്ക് അവളുടെ വായിന്ന് വീഴുന്നൊന്നും കേൾക്കാൻ വയ്യ. ഇതിനൊരു തീരുമാനം എടുക്കണം. എന്ത് തീരുമാനം എടുക്കാനാ സബി? ഒന്നുകിൽ അവളും അവനും കൂടി ഏതെങ്കിലും സ്ഥലത്ത് മാറി താമസിക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് പോയി മാവേലിക്കരയിലോ എന്റെ തറവാട്ടിലോ പോയി താമസിക്കാം. ഇതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായ എന്റെ സബി? ഒന്നും ഉണ്ടാകുന്നതിന് മുമ്പ് പോകാൻ വേണ്ടിയാ. രവി അതിന് തയ്യാറല്ലെങ്കിൽ ഞാൻ ഏതേലും വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലോ എന്റെ കോളേജിന്റെ അടുത്ത് ഫ്ലാറ്റോ വീടോ എടുക്കാം. താനീ പറയുന്നൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല. അത്ര നിസ്സാരമായിട്ട് ഇതെല്ലാം ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റുമോ നമുക്ക്? ആരോടെങ്കിലുമൊക്കെ വാശി പിടിച്ച്? അച്ഛന്റെ അവസ്ഥ തനിക്ക് അറിയാവുന്നതല്ലേ. പിന്നെ അങ്ങോട്ട് അടിച്ചു പിരിഞ്ഞു പോകാൻ നമുക്ക് അങ്ങോട്ട് കഴിയോടൂ? അത് മാത്രമല്ല, ഈ വീട് നമ്മൾ ആഗ്രഹിച്ചു വെച്ചതല്ലേ. പിന്നെ നമ്മുടെ പോക്കുവരവ്, മറ്റുള്ള സൗകര്യങ്ങള്, ഇതെല്ലാം നമ്മൾ നോക്കണ്ടേ സബി? അതൊക്കെ എനിക്കറിയാൻ രവി. നമ്മള് അടിച്ചു പിരിഞ്ഞു പോകുന്നത് കാണാൻ അവൾക്കിഷ്ടം, അവനും അത് തന്നെ ഇഷ്ടം. അവളുടെ വായിന്ന് വരുന്ന കുത്തുവാക്കുകൾ കേട്ട് എനിക്ക് സഹിക്കാൻ വയ്യ. പൊടിമോൻ ജപ്പാനിൽ പോകുന്നല്ലേ പറഞ്ഞത്? പിന്നെ അവളിവിടെ ഒറ്റയ്ക്കായി കഴിയുമ്പോ എന്തായിരിക്കും മേളം? അവളും ഒന്നിച്ച് ജീവിക്കാൻ എനിക്ക് വയ്യ രവി. അതിനുള്ള ശേഷി എനിക്കില്ലാത്തോണ്ടാ. അവൾ അവളുടെ കുഞ്ഞിനെ നമ്മുടെ മുന്നിൽ അന്യായിട്ട് വളർത്തും. ഒന്ന് തൊടാൻ പോലും സമ്മതിക്കില്ല അതിനെ.
രവിക്ക് കുട്ടികളുണ്ടാവാത്തത് ഞാൻ കാരണോ? അവള് പറഞ്ഞതിന് എനിക്ക് എതിര് പറയാൻ പറ്റില്ലല്ലോ. ദർശന ഡോക്ടർ നമുക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞ അന്ന് രാത്രി ഞാൻ രവിയോട് പറഞ്ഞതാ, രവിക്ക് നല്ലൊരു ജീവിതം ഉണ്ടെന്ന്, ഞാൻ കാരണം അത് നഷ്ടപ്പെടുത്തരുതെന്ന്. അത് ഇപ്പോഴും ഞാൻ ആവർത്തിക്കുക. സമയവും പ്രായവും ഇനിയും ബാക്കിയുണ്ട് രവിക്ക്. ഞാൻ കാരണം സബി, 12 വർഷമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. ദൈവം നമുക്ക് വിധിച്ചതേ നമുക്ക് കിട്ടൂ. നമ്മൾ രണ്ടുപേരും ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. പക്ഷെ ഭഗവാൻ ചിന്തിച്ചത് വേറെയാ. അവസാന നിമിഷം വരെ എത്തിച്ചിട്ട് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞില്ലെല്ലാം. എൻ്റെ അമ്മയായും കുഞ്ഞായും ഭാര്യയായിട്ടും എൻ്റെ നെഞ്ചിൽ ചൂടുപറ്റിയാ താൻ ഉറങ്ങി തൻ്റെ മടിയിൽ കിടന്ന് അവസാന ശ്വാസം വലിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. തലക്കലിരുന്ന് കരയാൻ ചോര പറഞ്ഞ ആരുമില്ലെങ്കിലും താനുണ്ടാവില്ലേടോ, അത് മതി. ഡോ, തൻ്റെ അങ്കിൾ എന്തുട്ടാ പറഞ്ഞേ? ഇയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ? മനസ്സിലായി. പക്ഷെ ഇതാ പ്രശ്നം, ഈ പറയുന്ന പേപ്പേഴ്സ് ഒന്നും ഇല്ലാതെ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് എനിക്ക് അവിടെ പോകാൻ പറ്റില്ല അരുൺ സർ. എടോ, അതല്ലേ ഞാനും പറഞ്ഞേ, ഒരു പാസ്പോർട്ട് എടുക്കണമെങ്കിലേ ഒരുപാട് കാര്യങ്ങൾ വേണം. സർ, എനിക്കതിൻ്റെ പ്രൊസീജിയർ ഒന്നും അറിയില്ലായിരുന്നല്ലോ. എടോ, ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം. ബർത്ത് സർട്ടിഫിക്കറ്റിൽ കുഞ്ഞിൻ്റെയും കുഞ്ഞിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ പേര് വേണം. നിയമപരമായിട്ട് തനിക്ക് കുഞ്ഞുണ്ടോ? ഇയാൾ പ്രസവിച്ചിട്ടുണ്ടോ? തൻ്റെ കയ്യിൽ തൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഇനി ഇതൊക്കെ തൻ്റെതാണെന്ന് പറഞ്ഞ് രേഖ ഉണ്ടാക്കാൻ കഴിയുമോ? ഒക്കെ നേരത്തെ ഞങ്ങളുടെ എഴുതി കൊടുത്തില്ലേ? എടോ, താൻ പ്രസവിച്ച കുഞ്ഞിൻ്റെ രേഖാമൂലമുള്ള അമ്മയാരാണെന്നറിയോ? സബിത രവി. എല്ലാവരുടെ പേരിലാണ്. ഇഷ അരവിന്ദ് പ്രസവിച്ചായിട്ട് രേഖകളൊന്നും ഇല്ലാതാനും. എനിക്കൊരു വഴി പറഞ്ഞതാ എന്താ വേണ്ടേന്ന്. എന്തൊട്ട് വഴി? താൻ പ്രസവിച്ചിട്ടുമില്ല, തനിക്കൊരു കുഞ്ഞുമില്ല, കുഞ്ഞിനൊരു സർട്ടിഫിക്കറ്റും ഇല്ല. പിന്നെ താനെങ്ങനെ കുഞ്ഞിന് പാസ്പോർട്ട് എടുക്കും? അല്ല അത് പോട്ടെ, തൻ്റെ പാസ്പോർട്ടിൻ്റെ അവസ്ഥ എന്താ? അതിൽ താൻ മാരീഡാണ്? തൻ്റെ സ്പോസിൻ്റെ പേരുണ്ടാ തൻ്റെ പാസ്പോർട്ടിൽ? ഉണ്ടോ? ഇല്ലല്ലോ. ഇങ്ങനെ പന്തം കണ്ട പെരിച്ചഴിയെ പോലെ എന്നെ നോക്കിയിരുന്നിട്ട് എന്തുട്ട് കാര്യം? തൽക്കാലം കുഞ്ഞിനെ കൊണ്ട് തൻ്റെ അങ്കിളിൻ്റെ അടുത്തേക്ക് പോണ കാര്യം അങ്ങോട്ട് മറക്കുക. എന്താ വേണ്ടതെന്ന് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിക്കാം. എന്തേ, അത് പോരടോ? അച്ചായനാ, ഞാനിങ്ങോട്ട് പോന്നോണ്ട് പുള്ളിക്ക് സമാധാനമായിട്ടുണ്ടാവില്ല. അല്ല, ഇപ്പൊ ഇതുവരെ പോയില്ലേ? ഇല്ല, അത് എന്നെയും കൊണ്ടല്ലേ പോളൂ. അമ്മച്ചി അറിയിക്കരുതെന്ന് പറഞ്ഞ കാല് പിടിച്ച് നിർത്തിയിരിക്കുക. എന്തുട്ടാ ചെയ്യാ? ഇയാള് സ്വസ്ഥമായിട്ട് കിടന്നോ? എടോ, ഇയാള് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങിക്കോടോ. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. സാറ് പോയിക്കോ. ഇവിടെ നിന്നാ കൂടുതൽ ഇഷ്യൂ ആവത്തേ ഉള്ളൂ. എന്താ വേണ്ടെന്ന് ഞാൻ ആലോചിച്ച് ചെയ്തോളാം. ഡോ, അങ്ങനെ തന്നെ വഴിയാധാരാക്കിയിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? പറ്റൂടോ?
ഞാനുണ്ടാവൂടെ. ദേ അപ്പുറത്തെ അച്ഛൻ്റെ മുറിയുണ്ട്, ഞാൻ അവിടെ കിടന്നോളാം. താൻ വിഷമിക്കണ്ടോ, നമുക്ക് മാറാൻ അച്ഛൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇയാൾ അച്ഛൻ്റെ മുറിയിലേക്ക് വിളിച്ചാൽ മതിട്ടാ. കിടന്ന് ഉറങ്ങിക്കോടോ. അപ്പൊ ഗുഡ് നൈറ്റ് ട്ടാ. ഒത്തിരി കാലത്തിന് ശേഷം ഇന്നലെ സബി മനസമാധാനമായിട്ടൊന്ന് ഉറങ്ങിയത്. മനസ്സിന്റെ ടെൻഷനൊക്കെ ഒന്ന് ഒഴിവായി. മറ്റേത് കിടന്ന ഉറക്കം വരുമോ? 100,000 ചിന്തകളാ മനസ്സിൽ. ശരിയാ രവി, ഇപ്പൊ വേറൊന്നും ചിന്തിക്കണ്ടല്ലോ, നമ്മള് മാത്രം. ഇനി നമ്മളായി, നമ്മുടെ കാര്യങ്ങളായി. ഓഫീസ് ഒന്ന് അലർട്ടാക്കി എടുക്കണം. പബ്ലിഷ് ചെയ്യാതെ പെൻഡിങ് വെച്ചിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് സ്പീഡപ്പ് ചെയ്യണം. എല്ലാവരുടെയും പരാതി അങ്ങ് തീരട്ടെ. കുറച്ച് നല്ല വർക്കുകളും ചെയ്യണം. രവി എഴുതി തുടങ്ങിയത് എഴുതി തീർക്കണം. അതെഴുതാൻ ഇതിലും വലിയൊരു അനുഭവം വേറെ വേണ്ടല്ലോ. ശരിയാടോ, എഴുതി തീർക്കണം എത്രയും വേഗം. അനുഭവങ്ങളുടെ ചൂടൊക്കെ ഒന്ന് തീരുന്നതിന് മുമ്പ് എഴുതണം. ഒരുപാട് സമയം വെറുതെ പോയി. ഏതായാലും ഓണത്തിന് കുറെ നാൾ അവധിയുണ്ടല്ലോ, നമുക്കൊരു യാത്ര പോയാലോ രവി? അത് കൊള്ളാം, എല്ലാത്തിനും ഒന്ന് റിലാക്സ്ഡ് ആവുമല്ലോ. പൊടിമോൻ ജപ്പാനിലോ മറ്റോ പോകാനുള്ള തയ്യാറെടുപ്പില്ല. അവന്റെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോയാൽ പോരെ? ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് കഴിയുന്നതല്ലേ, നമ്മൾ മാത്രമായിട്ട് പോവാന്ന് വെച്ചാ. ആ വിചാരങ്ങളൊക്കെ നമുക്ക് മാത്രം മതിയോ രവി? ഇനി ഞാനും രവിയും മാത്രമുള്ളൊരു യാത്രയാ. തൽക്കാലം അത് മതി. ശരിയാ, ഒരർത്ഥത്തിൽ അതാ നല്ലത്. നമുക്ക് പോവാം. അതിനുശേഷം മതി ബാക്കിയുള്ള എൻഗേജ്മെന്റ്സ് ഒക്കെ. എന്താന്ന് വെച്ചാൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഞാൻ ചായ എടുക്കാം. അമ്മ വെളുപ്പിനെ പോയല്ലേ? എപ്പോ വരും? തറവാട്ടമ്പലത്തില് എന്തോ വഴിപാടുണ്ടെന്നും പറഞ്ഞാ പോയത്. ആ, വരുന്ന സമയത്തൊന്ന് വിളിക്കാൻ പറ, ഞാൻ വണ്ടിയായിട്ടങ്ങ് ചെല്ലാം. അത് പിന്നെ അത് രവി, അമ്മ കുറച്ചു ദിവസം അവിടെ നിൽക്കാൻ വേണ്ടിയാ പോയത്. ബാഗും ഡ്രസ്സും മരുന്നും ഒക്കെ എടുത്തോണ്ടാ പോയത്. Yeah.